യുദ്ധം എവിടം വരെയായി? അത് ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ലല്ലേ. ഇറാൻ ഗൾഫിലേക്കൊക്കെ ഇഷ്ടംപോലെ മിസൈൽ അയക്കലല്ലേ. ഈ യുദ്ധമൊക്കെ നീതിക്കോ ന്യായത്തിനോ ഇനി അഥവാ കീഴ്പ്പെടുത്തലിനോ ആയിക്കോട്ടെ, ഈ കുഞ്ഞുങ്ങൾ എന്ത് പഠിച്ചു? ബോംബുകളുടെ ഷെല്ലിംഗ് ഒക്കെ കണ്ടാൽ ആഘോഷപ്പൂത്തിരിയാന്ന് വിചാരിച്ചിട്ട് ഓടി ചെല്ലുന്ന പ്രായമാണ്. ആയുധം എന്താന്ന് ഈ കുഞ്ഞുങ്ങൾക്കറിയോ? കൊന്നു കൂട്ടുമല്ലേ. അല്ലെങ്കിൽ ട്രംപ് എന്നാ കളിയാ കളിക്കുന്നത്? യുദ്ധമൊക്കെ ഒരാഴ്ച കൊണ്ട് കഴിയുന്നേ. ഗോപിയേട്ടാ, നിങ്ങളെന്നാ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഓ ഒന്നുമില്ലെന്നേ. അല്ല ഗോപിയേട്ടാ, നിങ്ങളുടെ മോൻ്റെ കല്യാണമൊക്കെ എന്തായി? ഒന്നും ഇതുവരെ ശരിയായില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ ബ്രോക്കർ തങ്കപ്പനോട് പറഞ്ഞാൽ മതി. 1-2 ലക്ഷം രൂപ കമ്മീഷൻ കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. നേപ്പാളിൽ നിന്നോ കുറയിൽ നിന്നോ ഒക്കെ നല്ല പെൺപിള്ളേരെ അയാൾ ആലോചിച്ച് കല്യാണം നടത്തിച്ച് കൊടുക്കുന്നുണ്ട്. പഴയ സ്ഥല ബ്രോക്കറല്ലേ? ആ ഞാനും കേട്ടു. അങ്ങനെ വല്ലതും നോക്കാം. ഇന്നത്തെ കാലത്ത് കല്യാണം നടക്കാന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന പോലെയാണ്. ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് പോലും ഡോക്ടർ ISR മതി. എന്നാൽ ഗോപിയേട്ടാ അങ്ങനെ നോക്കി നോക്ക്. ഇപ്പോൾ കുറേ പേര് നേപ്പാളിൽ നിന്നും കുറയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. അതിന് ഇതുവെല്ലാം നടക്കുന്ന കേസാണോ? ഇയാൾ പണ്ടത്തെ പോലെ ജാതിയും കുലവും ഒക്കെ പറഞ്ഞു നിന്ന കാര്യം നടക്കുമോ? ആരും നോക്കും ഈ ജാതിയും മതമൊക്കെ? എനിക്കാവുന്ന ഒരു വിഷയമല്ല ജോസേ. കമ്മീഷൻ എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നല്ല കുടുംബത്തിൽ പെടുന്ന നായർ പെണ്ണായിരിക്കും.